ദൈവത്തിൻ്റെ മഹത്വം. GNN TV-യിലൂടെ ദൈവവചനം കേൾക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ ലേഖനങ്ങളെ കുറിച്ചുള്ള ഒരു പഠന പരമ്പരയാണ് ഇവിടെ ആരംഭിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്തിൽ പുതിയ നിയമത്തിലെ 14 ലേഖനങ്ങൾ, അപ്പോൾ തന്നെ വേദപുസ്തകത്തിലെ 27 പുതിയ നിയമ പുസ്തകങ്ങൾ, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരുമായ 8 പേർ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് എഴുതിയതാണ്. ഏകദേശം 50 വർഷങ്ങൾ നീണ്ടുനിന്ന കാലയളവാണ് പുതിയ നിയമത്തിലെ രചനയ്ക്ക് വേണ്ടി ദൈവദാസന്മാർ എടുത്തിട്ടുള്ളത്. ഈ പഠന പരമ്പരയുടെ പ്രാരംഭമായി ലേഖനങ്ങളിലെ പ്രഥമ പുസ്തകമായ റോമാലേഖനത്തെ ആധാരമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. ദൈവത്തിൻ്റെ ദാസനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനുമായ പൗലോസ് അപ്പോസ്തലൻ റോമിലുള്ള ദൈവമക്കളെ സംബോധന ചെയ്തുകൊണ്ട് എഴുതിയ ഈ അനുഗ്രഹീതമായ ലേഖനത്തെക്കുറിച്ച് തുടർമാനമായി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും വചനത്തെക്കുറിച്ച് കൂടുതൽ അറിവ് സമ്പാദിക്കുവാനും ദൈവവചനത്തിലൂടെ ലഭ്യമാകുന്ന ആത്മീക സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ ഫലകരമായ ജീവിതം നയിക്കുവാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തുടർച്ചയായുള്ള ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുവാനും ദൈവവചനം പഠിക്കുവാനും എല്ലാവരോടും സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. തുടർമാനമായി നടക്കുന്ന ഈ ക്ലാസ്സുകൾ എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്തിലെ 45-ാമത്തെ പുസ്തകമാണ് റോമാലേഖനം. യേശുക്രിസ്തുവിന്റെ സുവിശേഷങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന 4 പുസ്തകങ്ങൾക്ക് ശേഷം പുതിയ നിയമത്തിലെ ഏക ചരിത്ര ഗ്രന്ഥമായ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നമുക്ക് കാണാൻ കഴിയുന്നു. അതേ തുടർന്ന് വരുന്ന പുസ്തകമാണ് റോമാലേഖനം. 16 അധ്യായങ്ങളിലൂടെ 433 വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ലേഖനത്തെ ശാന്തമായി നമുക്ക് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യാം. അത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അപ്പോസ്തലനായ പൗലോസിന്റെ 3ാമത്തെ മിഷണറി യാത്രയിലാണ് അദ്ദേഹം കൊരിന്തിൽ നിന്ന് ഈ ലേഖനം എഴുതിയത്. പൗലോസിന്റെ അനുവാചകരായ റോമിലെ ദൈവമക്കളെ കാണുവാനും അവരോട് സംവദിക്കുവാനും വളരെ നാളുകളായിട്ട് അപ്പോസ്തലൻ ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ ഈ ലേഖനം എഴുതുന്ന സമയം വരെ തനിക്ക് അതിന് സാധിച്ചിരുന്നില്ല എന്നും ഈ ലേഖനത്തിന്റെ ആരംഭ അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ സംബന്ധിച്ച് വളരെ വിശദമായുള്ള ഒരു വിശകലനവും ഒരു വിവരണവും നമുക്ക് റോമാലേഖനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്നതും വിശ്വാസത്താലുള്ള നീതീകരണം എന്നതുമാണ്. മനുഷ്യന്റെ പ്രവർത്തികൾ കൊണ്ട് ഒരിക്കലും ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നും യേശുക്രിസ്തുവിന്റെ പാപപരിഹാര മരണത്തിൽ വിശ്വസിക്കുന്നതാണ് രക്ഷയ്ക്കുള്ള ഏക മാർഗമെന്നും അങ്ങനെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നീതീകരണം പ്രാപ്യമാകുന്നു എന്നുമുള്ള സന്ദേശമാണ് ഈ ലേഖനത്തിൽ ഉടനീളം അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോമിലുള്ള പുറജാതി മതങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനികളായി തീർന്ന ആളുകൾ ന്യായപ്രമാണത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അനുവർത്തിക്കുന്നെങ്കിൽ മാത്രമേ അവരുടെ രക്ഷ പൂർണ്ണമാവുകയുള്ളൂ എന്ന് റോമിലുണ്ടായിരുന്ന യഹൂദന്മാർ ചിന്തിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ആർക്കും നീതീകരിക്കപ്പെടുവാൻ കഴിയുന്നില്ല എന്നും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭ്യമാകുന്ന നീതീകരണമാണ് മനുഷ്യവർഗത്തിന്റെ പാപ പരിഹാരത്തിന് അഥവാ രക്ഷയ്ക്ക് ആധാരമെന്നും ഉള്ള സന്ദേശമാണ് ഈ ലേഖനത്തിൽ തുടർച്ചയായിട്ട് പൗലോസ് രേഖപ്പെടുത്തുന്നത്. ഏകദേശം AD 58 കൊരിന്തിൽ നിന്നാണ് അദ്ദേഹം ഈ ലേഖനം എഴുതിയത്. റോമിലെ വിശ്വാസികളെ പരിചയപ്പെടാൻ പൗലോസിന് അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിലും
അവരെ മുഖാമുഖമായി കാണുവാൻ തനിക്ക് ഈ ലേഖനം എഴുതുന്ന സമയം വരെയും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് താൻ അവരുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് തന്നെ തനിക്ക് ലഭിച്ച ദൈവിക മർമ്മങ്ങൾ അവരെ എഴുതി അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പോസ്തലൻ ലേഖനം എഴുതിയത്. നീതീകരിക്കുന്ന ക്രിസ്തു എന്ന വിഷയമാണ് പ്രധാനമായും ഈ ലേഖനത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. പഠന സൗകര്യാർത്ഥം ഈ ലേഖനത്തെ ഏകദേശം 7 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിച്ച് പഠിക്കുവാനായിട്ട് കഴിയും. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ആ കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും കഴിയും. 1-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ നീതി എന്ന വിഷയത്തെയാണ് അപ്പോസ്തലൻ കൂടുതലായി വിവരിക്കുന്നത്. സർവ്വലോകവും ദൈവത്തിന് മുമ്പാകെ ശിക്ഷായോഗ്യരാണ് എന്നുള്ള സന്ദേശമാണ് 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം മുതൽ 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വരെ എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന നീതീകരണത്തെക്കുറിച്ച് 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം മുതൽ 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലുമുള്ള ഐക്യതയാൽ ഉളവാകുന്ന വിശുദ്ധീകരണം സംബന്ധിച്ചാണ് 6, 7, 8 അധ്യായങ്ങളിൽ അപ്പോസ്തലൻ പ്രതിപാദിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ അവിശ്വസ്തതയെക്കുറിച്ചുള്ള വിവരണമാണ് 9, 10, 11 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവ മഹത്വത്തിന് വേണ്ടിയുള്ള ക്രിസ്തീയ ജീവിതവും ദൈവത്തിന്റെ മഹത്വം പ്രതീക്ഷിച്ചുകൊണ്ട് മുൻകണ്ടുകൊണ്ടുള്ള ശുശ്രൂഷയും സംബന്ധിച്ചുള്ള വിവരണമാണ് 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 15-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വരെ കാണുന്നത്. ക്രിസ്തീയ സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുക്ക് എന്ന ഒരു വിഷയമാണ് 15-ാം അധ്യായത്തിന്റെ 14 മുതൽ 16-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം വരെ അപ്പോസ്തലൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ വിഷയങ്ങൾ ശാന്തമായി തുടർമാനമായി പഠിക്കുന്നത് നമുക്ക് അനുഗ്രഹമായിരിക്കും. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ വചന പഠന പരമ്പരയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. റോമാലേഖനത്തെ 5-ാമത്തെ സുവിശേഷം എന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ചരിത്രം, യേശുക്രിസ്തുവിന്റെ ജനനം, ജീവിതം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് മുതലായ വസ്തുതകളും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് കർത്താവ് ചെയ്ത പ്രവർത്തികളും വിവരിച്ചിരിക്കുന്ന വേദപുസ്തക ഭാഗങ്ങളാണ് സുവിശേഷങ്ങൾ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. 4 എഴുത്തുകാർ വളരെ വിശദമായി യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ വ്യത്യസ്ത വീക്ഷണ കോണുകളിൽ നിന്ന് നോക്കി കണ്ടുകൊണ്ട് എഴുതിയ സുവിശേഷങ്ങളാണ് പ്രാരംഭത്തിൽ പുതിയ നിയമത്തിൽ ചേർത്തിരിക്കുന്ന പുസ്തകങ്ങൾ. എന്നാൽ പൗലോസിന്റെ ലേഖനമായ ഈ റോമാലേഖനത്തെ ലേഖനങ്ങളിൽ 6-ാമതായിട്ടാണ് റോമാലേഖനം എഴുതിയത് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ അതിലെ പ്രതിപാദ്യ വിഷയത്തിന്റെ പ്രാധാന്യത കൊണ്ടാണ് ലേഖനങ്ങളിൽ ആദ്യത്തെ ലേഖനമായി റോമാലേഖനത്തെ ചേർത്തിരിക്കുന്നത്. ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ലേഖനത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് വേദപുസ്തക ക്രോഡീകരണ സമയത്ത് ഈ ലേഖനത്തിന് പ്രഥമ സ്ഥാനം നൽകിയത്. ദൈവസന്നിധിയിൽ മനുഷ്യൻ നീതിമാനാകുന്നില്ല എന്നുള്ള വേദപുസ്തക സന്ദേശത്തെ അഥവാ വേദപുസ്തക സത്യത്തെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ടും മനുഷ്യന്റെ ഒരു പ്രവർത്തികളോ ന്യായപ്രമാണത്തിന്റെ ഏതെങ്കിലും മാർഗങ്ങളോ മനുഷ്യനെ നീതീകരിക്കുന്നില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ലേഖനത്തിന്റെ ഓരോ പാഠ്യവിഷയങ്ങളും ഇതിൽ ക്രോഡീകരിച്ചിരിക്കുന്നത്. യോബിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപ് ഉന്നയിക്കപ്പെട്ട ആ ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം നമുക്ക് റോമാലേഖനത്തിൽ കാണുവാൻ കഴിയും. 1-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. ദൈവനീതിയെ പ്രസിദ്ധമാക്കുന്ന ദൈവത്തിന്റെ സുവിശേഷം എന്നതാണ് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷയം. പൗലോസിന്റെ ഈ സുദീർഘമായ ആമുഖവാചകങ്ങളിൽ ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ കാതലായ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ഈ പ്രാരംഭ ക്ലാസ്സിൽ ആ 4 വിഷയങ്ങൾ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രാധാന്യത, സുവിശേഷത്തിന് ഒരു വാഗ്ദാനമുണ്ട് എന്നതാണ്. അത് മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ ഇവിടെ പറയുന്നു. രണ്ടാമതായി, സുവിശേഷത്തിന് ഒരു ആളത്വമുണ്ട്. ദൈവത്തിന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവാണ് സുവിശേഷത്തിന്റെ കേന്ദ്ര ബിന്ദു, അഥവാ യേശുക്രിസ്തുവാണ് സുവിശേഷത്തിന്റെ കാതലായ ആളത്വം. മൂന്നാമതായി, സുവിശേഷത്തിന്റെ പ്രഖ്യാപനത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തുന്നതിന് വേണ്ടിയാണ് സുവിശേഷത്തിന്റെ പ്രഖ്യാപനം. നാലാമത്, സുവിശേഷത്തിന്റെ ഉൽപ്പന്നമാണ്, അഥവാ സുവിശേഷത്തിന്റെ പ്രോഡക്റ്റ്, സുവിശേഷത്തിന്റെ ഉൽപ്പന്നം, അത് ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവരുമാണ്. അർത്ഥാൽ ഈ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് കൈകാര്യം ചെയ്തിരിക്കുന്ന, അഥവാ പൗലോസ് സംക്ഷേപിച്ചിരിക്കുന്ന സുവിശേഷത്തിന്റെ 4 വ്യത്യസ്തമായ കാര്യങ്ങൾ: 1, സുവിശേഷത്തിന്റെ വാഗ്ദാനം; 2, സുവിശേഷത്തിന്റെ ആളത്വം; 3, സുവിശേഷത്തിന്റെ പ്രഖ്യാപനം; 4, സുവിശേഷത്തിന്റെ ഉൽപ്പന്നം. ഈ കാര്യങ്ങൾ വളരെ സവിസ്തരമായുള്ള പഠനത്തിന് തുടർന്നുള്ള അധ്യായങ്ങളിലെ വചനധ്യാനം നമുക്ക് പ്രേരകമായി തീരും. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് അത് ധ്യാനിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാം ഇവിടെ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഇതിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഒരുമിച്ച് നമുക്ക് ദൈവത്തിന്റെ വചനം ധ്യാനിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.